എന്നിട്ട് രാവിലെ അമ്പലത്തിലൂടെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഏട്ടനെ ഒരുങ്ങി ഇറങ്ങി, ഞാനും ഒരുങ്ങി ഇറങ്ങി. നേരെ അനിയത്തെയും വിളിച്ച് ഞങ്ങൾ വണ്ടിയുണ്ട് നമ്മുടെ പുതിയകാല അമ്പലത്തിനടുത്ത് കൊണ്ട് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ബസ്സിന് അമ്പലത്തിലോട്ട് പോയിട്ട് നമ്മുടെ ഓച്ചിറ അമ്പലത്തിലോട്ട് വന്നത് കേട്ടോ. അപ്പോൾ 3 പേരും കൂടെ വണ്ടി വരാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓച്ചിറ അമ്പലത്തിൽ വന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എനിക്കിന്ന് ചിങ്ങം ഒന്നായിട്ടായിരിക്കും നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ. രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അമ്പലത്തോട്ട് വന്നപ്പോഴത്തെ മഴയൊക്കെ മാറി. പക്ഷേ പെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര തിരക്ക്, നിന്ന് ഇരിയ സ്ഥലമില്ല, അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവോണം തൊട്ട് 28 ദിവസം, 28ാം ദിവസം നമുക്ക് ഇവിടെ 28ാം ഓണമാണ് കേട്ടോ. അപ്പം അന്ന് ഇവിടെ ഭയങ്കര കെട്ടാഴ്ചയൊക്കെയാണ് നമ്മുടെ ഓച്ചിറ അമ്പലത്തിൽ. അപ്പം നമുക്ക് ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഉത്സവം, ഫസ്റ്റ് ഉത്സവമാണ് നമ്മുടെ ഓച്ചിറ അമ്പലത്തിൽ ഉത്സവം. ഇന്നേ വരെ മുടക്കിയിട്ടില്ല, എല്ലാ ഉത്സവത്തിനും വരും കേട്ടോ. അതുപോലെ തന്നെ 28 ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൃശ്ചിക ഉത്സവമാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ബജ്ജിയൊക്കെ മേടിച്ച് കഴിച്ച് പിന്നെ അമ്പലമൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി തൊഴുതിട്ട് പിന്നെ അവിടെ ഈ കുളം ഉണ്ട് കേട്ടോ. കുളത്തിൽ ഫുള്ള് മീൻ, നല്ല എന്ത് മീനാണെന്ന് അറിയത്തില്ല, പക്ഷേ ഭയങ്കര വലിയ മീനാണ് കേട്ടോ. അതേപോലെ തന്നെ അവർ ഇതുപോലെ പൊരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ തിന്നാൻ വന്നിരിക്കുന്നുണ്ട്. പിന്നെ രാവിലെ കാപ്പി കുടിക്കാൻ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ കയറി രാവിലെ കാപ്പി കഴിച്ച്. പൊറോട്ടയും ഞങ്ങൾ ചെന്നപ്പോൾ കഞ്ഞിയൊക്കെ തീർന്നുകൊണ്ട് പിന്നെ ഞങ്ങൾ വെളിക്കുന്ന ഫുഡ് കഴിച്ചത് പൊറോട്ടയും മുട്ട കറിയൊക്കെ മേടിച്ച് കഴിച്ച് പിന്നെ നേരെ പിന്നെ വീട്ടിലോട്ട് വിട്ട്. അടുത്ത വീട്ടിൽ കാണാവേ, ബൈ.